യേശു എന്നെ സ്നേഹിക്കുന്നു. ആ ഒരു ബോധ്യമുണ്ടോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക്? ഇതൊരു സത്യമാണ്. യേശു എന്നെ സ്നേഹിക്കുന്നു. തിരിച്ച് നിങ്ങൾ യേശുവിനോടും പറയണം, യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആ പറയുന്നത് ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാം. ഉള്ളിലൊരു പ്രത്യേക സന്തോഷം. ഇന്ന് പലർക്കും പറ്റിയിരിക്കുന്നതായ ഒരു കെടുതി, എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല, എന്നെ കരുതാൻ എനിക്ക് ആരുമില്ല, എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്ക് ആരുമില്ല. ലോൺലിനെസ്, ഏകാന്തതയിലല്ല കഴിയുന്നത്. എല്ലാവരും ഉണ്ട്. അപ്പനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, അയൽക്കാരുണ്ട്, സ്വന്തക്കാരുണ്ട്, നാട്ടുകാരുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് പേരുണ്ട്. പക്ഷേ അനേകർക്ക് ഉള്ളിൽ ഏകാന്തത ഫീൽ ചെയ്യുന്നു. ഞാൻ ഒറ്റപ്പെട്ടു പോയി, എൻ്റെ കാര്യം ആരും നോക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ആരെല്ലാം ഉണ്ടായാലും ആരെല്ലാം കരുതിയാലും നിങ്ങളുടെ ഈ ലോൺലിനെസ് ചിന്താഗതി മാറുകയില്ല. കരുതേണ്ടവൻ കരുതണം. ആരാണത്? യേശുക്രിസ്തു. യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങളുടെ ഉള്ളം കൊണ്ട് പറയണം. അല്ല, നാവ് കൊണ്ടും പറയാം, യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അതുകൊണ്ടല്ലേ ശീമോൻ പത്രോസിനോട് കർത്താവ് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവിന് അതാണ് കിട്ടേണ്ടത്. നമ്മുടെ പണമോ പൊന്നോ വസ്തുവോ ഒന്നും അല്ല കർത്താവ് നമ്മിൽ പ്രതീക്ഷിക്കുന്നത്. കർത്താവിനെ നാം സ്നേഹിക്കുന്നവരാകണം. സ്നേഹം, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. അത് നിത്യമായ സ്നേഹമാണ്. അത് ഇന്ന് തുടങ്ങിയതല്ല. ലോക സ്ഥാപനത്തിനു മുമ്പേ കർത്താവ് നമ്മെ സ്നേഹിച്ചു തുടങ്ങിയതാണ്. നാം പാപികളായിരിക്കുമ്പോഴും കർത്താവ് നമ്മെ സ്നേഹിക്കുകയായിരുന്നു.